തമിഴ് മക്കളിൻ ഇളയ ദളപതി ഇനി തമിഴ്നാടിൻ മുതലമൈച്ചർ. തമിഴ് മണ്ണിൻ പുതുചരിത്രം എഴുതി നടനും തമിഴക വെട്രിക്കഴകം സ്ഥാപകനുമായ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രി കസേരയിൽ. നിറഞ്ഞുകവിഞ്ഞ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനസാഗരത്തെ സാക്ഷി നിർത്തിയായിരുന്നു വിജയിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ ഇനി വിജയ് അരശ്. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் ഉണ്മயான നമ്പിക്കയും മാറാ പற்றும் കൊണ്ടിരിപ്പേൻ என்றுം. വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗോട്ടിൽ ഒരു രംഗമുണ്ട്. കാറിൽ വരുന്ന സൂപ്പർ താരം. അതിന്റെ നമ്പർ ഇങ്ങനെയായിരുന്നു: TN07CM 2026. അതെ, TN എന്നാൽ തമിഴ്നാടെന്നും CM എന്നാൽ ചീഫ് മിനിസ്റ്റർ ആണെന്നും താൻ 2026 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നുവെന്ന വ്യക്തമായ മുന്നറിയിപ്പ്. വെറും 2 വർഷം കൊണ്ട് ജനാധിപത്യത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കാറുള്ളത് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. വിജയ് ദളപതി അല്ലടേ, ഇപ്പോത് ഒറിജിനൽ മുതലമൈച്ചർ താൻ. 2024 മാത്രം ഉദയം കൊണ്ട ഒരു പാർട്ടി മാസങ്ങൾ കൊണ്ട് നേടിയെടുത്ത രാഷ്ട്രീയ സംഘടനാ പാടവം ഉപയോഗിച്ച് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ അധികാര കസേര കയ്യെത്തിപ്പിടിച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷവും 4 മാസത്തിനുമിടയിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാവുകയും അത് 7 പതിറ്റാണ്ടുകളായി അധികാരത്തിലും പുറത്തുമിരുന്ന കക്ഷികളെ ഏതാണ്ട് നിലംപരിശാക്കിയിരിക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇത് പുത്തരി അല്ലെങ്കിലും ഇതൊരു വിജയം തന്നെയാണ്. അതെ, ദളപതി എന്ന് തമിഴർ ആദരവോടെയും സ്നേഹത്തോടെയും വിളിക്കുന്ന വിജയുടെ അധികാര അരങ്ങേറ്റം. മലയാളിയായ MG രാമചന്ദ്രന്റെ ഏഴൈത്തോടൻ എന്ന വിശേഷണവും സിനിമയിലെ താരപദവിയും നിരവധി ക്ഷേമ പദ്ധതികളും മറ്റും കൊണ്ട് തമിഴ്നാട്ടിൽ മരിക്കും വരെ അധികാരത്തിലിരിക്കാൻ MGRന് കഴിഞ്ഞു. അദ്ദേഹത്തിന് ശേഷം ഭാര്യ ജാനകിയും സിനിമാ ജോഡിയായ ജയലളിതയും അതിന്റെ തുടർ തരംഗത്തിൽ മുഖ്യമന്ത്രിമാരായി. ഏതാണ്ട് ആ സ്ഥിതിയിലേക്ക് തമിഴ്നാട് പോകുന്നോ എന്ന് ന്യായമായും സംശയിച്ചേ തീരൂ. UTV ന്യൂസ്, പാലക്കാട്.